ഇതെന്ത് മയ്യ? ആ ചെറുക്കന്റെ തല നക്കി വടിച്ചയാള്. ഐഷ് ഭക്തൻ ജെല്ലു വാങ്ങുന്ന കാശ് ലാഭം. സ്വാമി നക്കിത്തിരിപടികളാ. ഹലോ ഗൈസ്, നിങ്ങൾ ഈ കൽബ് മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ സീൻ മറന്നിട്ടുണ്ടാവൂല. നീയാണോ ഇവിടെ സിനിമക്ക് പറഞ്ഞോട്ട്? നീയാണ് പറഞ്ഞോട്ടത്? ഈ പറസൗദ എന്ന് പറയുന്ന സീന് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം വാഷ് ഔട്ട് ആവാറായി. സംഗതി ഇതിന്റെ ഇടയിൽ കുറച്ച് വെറൈറ്റി സൗദന്മാര് വന്നിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് വാല്യൂ ഉള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. നമുക്ക് വിളിക്കാം. ആരുടെ? ബഷീർ ബഷിയാൻ ടീം. വന്നല്ല, നിന്റെ ഉമ്മക്ക് അറിയാൻ പറ്റും ഈ കൽബെന്ന് വെച്ച എന്താണെന്ന്. പറഞ്ഞു കൊടുക്കണേ, കൽബെന്ന് വെച്ച എന്താണെന്ന്. നീ അവളെ നോക്കണ്ട സൗദ. നിന്റെ പഴയ എക്സ്പീരിയൻസ് വെച്ച് നീ പറഞ്ഞു. കൽബെന്ന് വെച്ച എന്താന്ന് പറഞ്ഞോട്. ഞാനല്ലേ ചെയ്തത്? എന്നടിക്കപ്പാ. ഞാൻ മാറില്ലപ്പാ. ചെയ്യാത്ത തെറ്റിന് എന്നെ ഉമ്മച്ചി അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഉമ്മച്ചി മിണ്ടരുത്. ഇനി എന്റെ ഉമ്മച്ചി ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ലപ്പാ. ആ സിനിമയെ കണ്ടേക്കാളും 100 ടൈംസ് ബെറ്റർ. ആ മൂവിയിൽ ചെയ്ത നായികയേക്കാൾ ഭാവങ്ങൾ വളരെ നാച്ചുറലായി കുട്ടിയുടെ മുഖത്ത് വന്നു, പ്രത്യേകിച്ച് കണ്ണുകളിൽ. എന്തായാലും സിനിമ നടിയാവാനുള്ള ഒരു കാലിബർ ഒക്കെ കാണുന്നുണ്ട്. സിനിമ നടിയായില്ലെങ്കിലും അഭിനയിക്കാനുള്ള കാലിബർ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കിടക്കുകയല്ലേ, കഴിവുള്ളവർക്ക് എവിടെ വേണമെങ്കിലും തെളിയിക്കാതെ. ഇപ്പൊ സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ സിനിമാക്കാരുണ്ടാക്കണേക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർമാരാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ അത് കണ്ടാണോ എന്തോ, തൊപ്പിയുടെ ഇൻകത്തിന്റെ ചെറിയ ഒരു ഭാഗം അവർ റിവീൽ ചെയ്തായിരുന്നു. കണ്ടോ? ബാങ്ക് ബാലൻസ് ആണെങ്കിൽ നിങ്ങൾ നിർത്തും. പണ്ടത്തെ പോലെയല്ല, ബാങ്ക് ബാലൻസ് ചെയ്താണ്. 1CR ഉണ്ടാവും. 1CR മോളും ഉണ്ടാകും. 1CR അറിയാവുന്ന ദരിദ്രമാക്കില്ല. സ്ട്രീമർ ഓക്കെ എക്സാമ്പിൾ ഞാൻ കളിച്ചത്. സ്ട്രീമർ ഒരു മാസം എത്ര ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കുക. പിന്നെ ഒറിജിനൽ പിക്ക് സ്ട്രീമർ എഗ്രിമെന്റ്, അതായത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു സ്ട്രീമർ എത്ര ഉണ്ടാക്കുന്നത് നിങ്ങൾ അറിയുക. പിക്കിൽ ഞാൻ ഒരു ദിവസം 8 മണിക്കൂർ 5 മണിക്കൂർ മിനിമം സ്ട്രീം ചെയ്യും. 5 മണിക്കൂർ കൂടിപ്പോയി 8 മണിക്കൂർ ചെയ്യും. അതൊക്കെ ഒരു മണിക്കൂർ പിക്ക് തന്നുകൊണ്ട് അത് അവർലി ഫിയോ $250. അതായത് ഒരു മണിക്കൂറിന് ഏകദേശം 21,000 ഇന്ത്യൻ മണി. ഒരു മണിക്കൂർ ലൈവ് ചെയ്താ 20,000 കൂട്ട്. ഒരു മണിക്കൂർ 20,000. അപ്പൊ 5 മണിക്കൂർ എത്രയായി? 1 ലക്ഷം. 1 ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രം തരും. പിന്നെ സൂപ്പർ ചാറ്റ്, ഗൂഗിൾ പേ അങ്ങനെ ആയിട്ട് കുറെ പൈസ അവിടെ വരും. പിന്നെ പ്രൊമോഷൻസ് അത് ഇത് അങ്ങനെ പറയും. ഇനോഗ്രേഷൻസ് അത് ഇതായിട്ട് അങ്ങനെ പറയും. അതായത് ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിൽ വേറെ കുറച്ച് കാണിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ബാങ്ക് ബാലൻസ് കാണിക്കാൻ പറ്റാത്തത്ര രീതിയിൽ അവന് റവന്യൂ വരുന്നുണ്ടെന്ന്. എനിക്കതല്ലടാ വിറ്റ്. ഈ തൊപ്പിനെ നന്നാക്കാൻ നടന്ന കുറെ ടീംസ് ഉണ്ടായിരുന്നു. അവരിത് കാണുന്നുണ്ടോ എന്തോ. 10,000 രൂപ മാസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചെറുക്കനെ ഒരു പാട്ട് പാടിയെന്നും പറഞ്ഞ് പോലീസുകാരും ന്യൂസുകാരും കൂടെ ചെയ്യാത്ത കർഹം പറപ്പൊന്നുമില്ല. വാതിൽ ചവിട്ടി പൊളിക്കണ്, കമ്പ്യൂട്ടർ എടുത്തോണ്ട് പോണ്, ഓടിച്ചിട്ട് പിടിക്കണ്, എന്തൊക്കെയായിരുന്നു. എടാ നിങ്ങളൊക്കെ വിറ്റ് കാശ് ഉണ്ടാക്കിയിടാവേ. പിന്നെ നിങ്ങളെ കുറ്റം പറയാൻ പറ്റൂല. ഉണ്ടായിരുന്ന ഹൈപ്പ് ഇത്രയാക്കി കൊടുത്ത നിങ്ങളാണ്. അത് പോട്ട് ഇതും പറഞ്ഞോണ്ടിരുന്ന നമ്മുടെ ട്രാക്ക് മാറിപ്പോ. നെക്സ്റ്റ് സിനിമക്ക് പറഞ്ഞോട്ട് ടൈമിങ്ങും പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന അമ്മച്ചി, അത് രണ്ടുമാണ് കേട്ടോ ഇതിനകത്തുള്ള വൈറൽ എലമെന്റ്. നീയാണോ സിനിമക്ക് പറഞ്ഞോട്ട്? നീയാണ് പറഞ്ഞോട്ടത്? നിന്നോട് ചോദിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത്. നീ സിനിമക്കൊക്കെ വിടാറായ അമ്പടി. നീയാണ് സിനിമക്ക് വിട്ടത്? സമ്മതിച്ചു കൊടുക്കണം. ടൈമിങ് മാറാതെ കറക്റ്റ് മീറ്ററിലാ ഡയലോഗ് പറഞ്ഞതിന്. ഒരു 10-20 ടാക്കെങ്കിലും മിക്കവാറും എടുത്തു കാണും. ഒരെണ്ണത്തിന്റെ ടൈമിംഗ് തെറ്റിയാൽ മതി ആ വീഡിയോ മൊത്തത്തിൽ കൊള്ളാവാൻ. എന്തായാലും പൊളി. മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. കൃഷിയിടത്തിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന്. മോളെ എവിടെ പോയിരുന്നു? റീനയുടെ കൂടെ മോളെ എവിടെ പോയി? ആരോട് ചോദിച്ചിട്ട്? നീയാണോ ഇവിടെ സിനിമക്ക് പറഞ്ഞോട്ട്? നിന്നോട് ചോദിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത്?
നീ സിനിമക്കൊക്കെ വിടാറായ അമ്പടി നീയാണ് സിനിമക്ക് വിട്ടത്. ഇത്തിരി ഉള്ളതിൽ ആ കുരിപ്പിന്റെ എക്സ്പ്രഷൻ ഇവിടെ ഇത്തുകൂടെ വളരുമ്പോ ഇവിടെ നിൽക്കൂല കേട്ടാ, വേറെ ലെവലാ. ചിലർ അങ്ങനെയാണ്, ജന്മസിദ്ധമായ കഴിവുകളോടെ അവർ ജനിക്കുന്നു, അഭിനയിക്കാനും പാടാനും ആടാനും തുടങ്ങിയ കഴിവുകളോടെ അവരുടെ ഉള്ളിൽ നിന്ന് അവർ പോലും അറിയാതെ അഭിനയിച്ചു തകർക്കുന്നു. യഥാർത്ഥ വീഡിയോ കണ്ടു നോക്കിയാൽ ഈ കുട്ടിയുടെ അഭിനയത്തിന്റെ മുന്നിൽ ഒന്നുമല്ല മറ്റൊന്നും. അല്ലടാ, ഈ പ്രായത്തിലെ ഇത്ര ഹ്യൂമറിസ്റ്റിക് ആയിട്ട് അങ്ങനെ ഒരു വേടമുണ്ടോ? തമാശ രൂപേണ വീഡിയോ ചെയ്യാൻ അതൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. അമ്പടി എന്തായാലും കുരിപ്പ് തകർത്ത്. ഇന്നലെ ചോദിച്ചിട്ടാണോ സിനിമ പോയത്? ഈ സിനിമക്ക് സൗദയ്ക്ക് മറുപടി പറയണം എന്നുണ്ട്, പക്ഷേ ഓന്റെ ചോദ്യം സൗദയ്ക്ക് വ്യക്തമാവുന്നില്ല എന്നതാണ് സത്യം. പിള്ളേർ ഇത്തിരി ഉള്ളെങ്കിലും പൊളി. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കണ്ണിൽ പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സൗദമാര്. അപ്പൊ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൗദ എന്ന് കമന്റ് ചെയ്യട്ടാ. വളരെ കാലത്തിന് ശേഷം എന്തോടാ അതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം. എടാ, ഇത് മെഴുകുതിരി ഒരുക്കി ഒഴിച്ചതാ അത് അരിമാവ് കലക്കി ഒഴിച്ചതാ? രണ്ടായാലും കൊള്ളാം, ആൾക്കാർ മാറി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ചോറ് ദമ്മിട്ടതാണോ? എടാ, ദമ്മിട്ടതല്ലടാ, പൊള്ളിച്ചത്. നാട്ടുകാർക്ക് വേണ്ടി എന്തിനാ ഒരുക്കി തീരുന്നേ? അത് ചോദ്യം. അവ ഒരുക്കിയില്ലെങ്കിലും നാട്ടുകാർ ഒരുക്കിക്കോളും. ഇന്ദ്രനീലമയോലം ഈ മിരി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം, എന്താണ് ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു എന്നാ? അതല്ല, നീ നോക്കി നിന്നു. അക്ഷരം വഴങ്ങൂലെന്നേ ഉള്ളൂ, പക്ഷെ പാട്ട് കൊള്ളാം. നീ നോക്കി നിന്നു, അമ്പടി നീ നോക്കി നിന്നു. നന്നായിട്ടുണ്ട്, നൈസ്. മിറ്റമടിച്ചു, ചൂല് വെച്ചു, പാവിരിച്ചു, തലവണ വെച്ചു, അപ്പം വന്നു, അമ്മ വന്നു, മക്കളെ ബാബാ. എടാ, ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാടാ? മറന്നിരിക്കുമായിരുന്നു ഇത്. ഞങ്ങളുടെ സോങ് വേറെ ആയിരുന്നു. ആശുപത്രി തൂത്തു, ചൂല് വെച്ചു, മെത്ത വിരിച്ചു, തലയണ വെച്ചു, രോഗിയെ കിടത്തി, ഡോക്ടർ സാറേ വാ വാ, നഴ്സേ പോ. എന്റെ ചെറുപ്പത്തിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടാ. ആശുപത്രി തൂത്തതും, ചൂല് വെച്ചതും, മെത്ത വിരിച്ചതും, രോഗിയെ കിടത്തിയതും, ഡോക്ടർ സാറേ വാ വാ. എടാ, നിങ്ങളുടെ നാട്ടിലും ഇതിങ്ങനെ കളിക്കണേന് എന്ത് വരിയായിരുന്നു കമന്റ് ചെയ്യട്ടാ. മണവാളൻ റെഡിയാവും, മണവാട്ടി റെഡിയാവില്ല. മണവാളൻ റെഡി ആണ് മാം. Shall I have a check on him? അത് മണവാളൻ കമ്മിറ്റിയിൽ നേരിട്ട് വന്ന് പറയട്ടെ. എടാ, ഇവനാടാ ചെറുക്കേ. മണവാളന് 27 വയസ്സുണ്ട്, അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. അനിയനെ കാണിച്ചിട്ട് ചെറുക്കനെന്നാ? എടാ, എന്തുവാടാ നമ്മളെ നോക്കണാടാ? തടിവയ്ക്ക് ഉമ്മ എന്തായാലും കഴിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ ഓൻ കല്യാണം കഴിച്ചിട്ട് വന്നിരിക്കണം. എടാ, അവൻ 27 വയസ്സുണ്ട്, അത് കണ്ടാ പറയോടാ. എന്തായാലും നീ തടി മിഷ്യൻ വരാത്തതിൽ ദുഃഖിക്കണ്ട, അത് വരാത്തത് തന്നെ നല്ലത്. തടി മിഷ്യൻ വന്ന ഇതൊക്കെ വെട്ടി ഒതുക്കി നടന്നില്ലെങ്കിൽ ഇല്ലാത്തതിനേക്കാളും ബോറാണ് ഉള്ളത്. ഞാനൊരു തുണി എടുക്കാതെ സത്യം പറഞ്ഞതേ ഉള്ളൂ. ബൈ, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളടാ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. ബൈ ബൈ.